അന്ന് ബക്കറ്റ് കണക്കിനല്ലേ മീൻ പിടിച്ചത്. അല്ല, ബംഗാളികൾ വരെ ഒരു ബക്കറ്റ് മീൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ആദ്യം ഉപ്പക്ക് ഇവിടെ കുളം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിന്. അപ്പോൾ ഇവിടെ അവിടെ ഒരു കുളം ഉണ്ടായിന്, ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ചെറുതേനി. അപ്പോൾ അത് മണ്ണിട്ട് മൂടി. ഇത് ഏകദേശം 2-3 കൊല്ലം മുമ്പാണ് കുളം സ്റ്റാർട്ടായത്. അങ്ങനെ ആദ്യത്തെ കൊല്ലം കല്ല് കിട്ടാത്തതുകൊണ്ട് പണി നിന്ന്. 2ാമത്തെ കൊല്ലം വേനൽ മഴ പെയ്ത് അങ്ങനെ പണി നിന്ന്. അങ്ങനെ 3ാമത്തെ കൊല്ലമാണ് പിന്നെ JCB കുഴിച്ചതിന് ശേഷം 3 കൊല്ലത്തിന് ശേഷമാണ് കല്ലിടാൻ തുടങ്ങിയത്. അല്ല, ഇത് മൂത്ത് വെട്ടാൻ വൈകിയതാണ്. വെട്ടിൻ്റെ നല്ല പഴുത്ത കണ്ടില്ലേ. ഇതിൻ്റെ എണ്ണികാമ്പ് എടുക്കാം. മൈസൂരാകുമ്പോഴേ കുളം വേണമെന്നുള്ളത് നമ്മളൊരു ഇതുണ്ടായിരുന്നു. നേരത്തെ അവിടെയും കുളം ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നവരൊക്കെ പറയും, ഇവിടുത്തെ അയൽവക്കാരൊക്കെ പറയും നല്ല വെള്ളമുള്ള സ്ഥലമാണ്. അപ്പോൾ കുളം നമുക്ക് വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ അവിടെ ഇനി പ്ലാന്. പിന്നെ ഇത് കിട്ടിയോ, ഇതിൽ ഓൾറെഡി ചെറിയൊരു കുളം ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ഒരു കുഴിയേന്. 2 സീസൺ നമ്മൾ കാരണം കല്ല് മുഴുവൻ വന്നത് അതിലാണല്ലോ. വാദ്രമെന്നുള്ള കല്ലും അതൊക്കെ. ഒരു പ്രാവശ്യം ഇതേപോലെ കല്ലൊക്കെ എത്തി പടവ് തുടങ്ങിയപ്പോഴത്തിന് മഴ ഇത് ഫുള്ളെത്തിയില്ല കല്ല്. പിന്നെ അടുത്ത സീസണിൽ നേരത്തെ തുടങ്ങി. അതുമല്ല, കല്ല് എടുത്ത് ഇടയ്ക്ക് വേനലാവും വേണം, എന്നാൽ മഴ പെയ്യും ചെയ്യരുത്. നല്ല കൊടും വേനൽക്ക് വന്നിട്ട് മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇതാക്കണം. കാരണം വേനൽക്കേ വണ്ടി വരുള്ളൂ. പിന്നെ ഉറകും കുറച്ചൊരു ആശ്വാസം വേണ്ടേ. ഞാൻ 4ാം ക്ലാസ് ആകുമ്പോഴേക്കും പഠിച്ചിന്. 4-5 ആ ടൈമിലൊക്കെ ആയപ്പോൾ പഠിച്ചത്. പിന്നെ അപ്പുറത്തൊരു പഞ്ചായത്ത് കുളം ഉണ്ട്, അവിടെ നിന്നാണ് പഠിച്ചത്. അപ്പൊ ഈ കുളം ഇപ്പോൾ 4 കൊല്ലം എത്ര ഇപ്പം ആയിട്ടല്ലോ. ഇവിടെ നിന്നാണ് പിന്നെ ഫുള്ളാക്കിയത്. നീണ്ടോ ഇല്ലെങ്കിലും ചില ആൾക്കാരിങ്ങനെ, പക്ഷെ പിന്നെ അവർക്ക് ബോധ്യമായി ഈ കുളം ഇവിടെ ഉള്ളതുകൊണ്ട് കിണറിൽ വെള്ളം സ്ഥിരമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു സംഭരണി പോലെയാണ് ഇപ്പോൾ ഇത്. പക്ഷെ അന്ന് ഓരോ പറഞ്ഞിട്ട് കാര്യം, തുടർച്ചയായിട്ട് പറ്റിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടി ഫുള്ള് ഇത് പാകിയതാണല്ലോ. കല്ല് പാകിയതായതുകൊണ്ട് ഫുള്ള് വെള്ളം ചളി എടുത്തിട്ടാണ് നമ്മളിത്. അന്ന് ബക്കറ്റ് കണക്കിനല്ലേ മീൻ പിടിച്ചത്. അല്ല, ബംഗാളികൾ വരെ ഒരു ബക്കറ്റ് മീൻ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ നമ്മൾ അയലക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ കൊടുത്തില്ല. ബിരാല്, മൊയ്യ്, കാര്യമായിട്ട് ബിരാൽ തന്നെ. കണ്ടമാനം മീൻ കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ സീസണിലൊക്കെ ഇപ്പം ഇല്ലയെന്ന് പറഞ്ഞിട്ട് പച്ചക്കറി എല്ലാ ഏകദേശം ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട് നമുക്ക്. സുഖമാണ്. അത്രയാണ്. കൃഷിയിൽ നിന്ന് വലിയൊരു വരുമാനം നമ്മൾ എന്തായാലും അങ്ങനെ ഒരു പ്രതീക്ഷിക്കണ്ട. അതേസമയം ഒരു റാഹത്താണ്, അത് കിട്ടുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവും. കുളം ഉണ്ടായാൽ നല്ല സുഖമുണ്ട്. ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ മൂഡ് റിലീസാക്കാനൊക്കെ നല്ല